എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് പോക്കർത്തരങ്ങളും കാണിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു 2026. അപ്പോൾ നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മലയാള സിനിമാ ചരിത്രത്തിലെ ഒരുപാട് നടന്മാർ വന്നു പോയി, നമ്മളൊക്കെ അവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല വ്യക്തികളെയും ആരാധനയോടുകൂടി നോക്കി കണ്ടിട്ടുണ്ട്. അഭിനയിക്കാനുള്ള കഴിവും സാമർഥ്യവും ഉണ്ടായിട്ട് പോലും ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഫീൽഡ് ഔട്ട് ആയി പോയിട്ടുള്ള പല നടന്മാരും ഉണ്ട്. നമുക്ക് അവരെയൊക്കെ അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, പല വ്യക്തികളും ഇന്നത്തെ കാലത്തുള്ള കാര്യമാണ്, അഭിനയിക്കാൻ ചാൻസ് കുറവാണെങ്കിൽ അവര് മോഡലിംഗിലേക്ക് കയറും. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവർക്ക് എന്ത് തേങ്ങയാണെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നത് ചെയ്തോട്ടെ. പക്ഷെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ, അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, എത്രത്തോളം തുണിയുടെ അളവ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് ഉദ്ഘാടനങ്ങളിലേക്കൊക്കെ പോയി ചേക്കേറുക എന്നുള്ളതാണ്. പല നായികമാരും ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ഒന്നാമത് ഒന്നുകിൽ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇതങ്ങോട്ട് വിതറുക, അതല്ലെന്നുണ്ടെങ്കിൽ ഉദ്ഘാടനങ്ങൾ പിടിക്കുക എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ പോയിട്ട് അല്പവസ്ത്രം തിരിച്ച് പോവുകയാണ്. പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവർ വീണ്ടും ഇവരെ വിളിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാക്സിമം എത്രത്തോളം വസ്ത്രം കുറയ്ക്കാമോ അത്രത്തോളം വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുന്ന താരറാണികളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പലരുടെയും കാര്യത്തിൽ അത് ഓക്കെ ആണെങ്കിൽ പോലും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാർവതി തിരുവോത്തിനെ കുറിച്ചിട്ടാണ്. പുള്ളിക്കാരത്തി ഭയങ്കര വീരവാദമൊക്കെ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇവരുടെ പല വീഡിയോസുകളും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ഷോർട്സ് വീഡിയോ ഉണ്ട്. ഇത് കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. എന്നാൽ പോലും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങൾക്കൊന്നും ഉളുപ്പില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, കഷ്ടം തന്നെ. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടാലുണ്ടല്ലോ കാറി തുപ്പാൻ തോന്നും. ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. ഇവക്കൊക്കെ നാണോ മാനോ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ശരിക്കും ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പേരിൽ കേസ് വരുന്ന ഒരു നാട്ടിലാണ്, അല്ലെങ്കിൽ കേസ് വരുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിയാം, ഹണി റോസിന് ഒരുപാട് അപവാദങ്ങളും സൈബർ ബുള്ളിംഗ് ഒക്കെ ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഹണി റോസ്. അത് ഹണി റോസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഹണി റോസിന് കുന്തി ദേവി എന്ന് നമ്മുടെ ബോച്ച സംബോധന ചെയ്തത് കാരണം ആ ഒരു ബോച്ചയ്ക്ക് പോലും ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാല്, വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്, ആരെയും വസ്ത്ര സ്വാതന്ത്ര്യം വഴി ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലെ പല കൊച്ചമ്മമാരും പിന്നീട് ഉടുതുണി നല്ല രീതിയിൽ അങ്ങ് കുറച്ചത്. അതിനുശേഷമാണ് നമുക്കറിയാം നിമിഷ ബിജുവിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ. ഈ ഒരു സംഭവം ഹണി റോസിന്റെ ആ ഒരു വിഷയം വന്നതിന് ശേഷമാണ് നിമിഷ ബിജുവിനൊക്കെ പഴയതിനേക്കാൾ കൂടുതൽ വസ്ത്രം ഇല്ലാണ്ടായത്. അപ്പൊ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഒരു പാർവതി കൊച്ചമ്മയുടെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഉളുപ്പില്ലെന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നാണവും മാനവും ഒന്നും ഇല്ലാത്ത കുറെ ഊളകളാണ് ശരിക്കും. ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ളതാണ്. അതായത് പണം കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പോഴത്തരം വേണമെങ്കിലും കാണിക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതിന്റെ നല്ലൊരു ഉദാഹരണം ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പാർവതി തിരുവോത്ത് മാത്രമല്ല, ഒരു ചെറിയൊരു പെണ്ണുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ മുഴുവനും പാറി നടക്കുന്ന ഒരു തുമ്പി എന്ന പേരുള്ള ഒരു പെൺകൊച്ചുണ്ടല്ലോ. അതായത് ക്ലീനേജ് കാണിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു മാതൃകയാണ് ഈ ഒരു പെൺകൊച്ച്. അപ്പൊ എന്തായാലും ആ ഒരു പെൺകൊച്ചിന്റെ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്വന്തം അമ്മാവൻ, നമ്മൾ അമ്മാവൻ എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഭവ്യതയോടുകൂടിയാണ് നമ്മൾ അമ്മാവനെയൊക്കെ കാണുന്നത്. പക്ഷേ അമ്മാവൻ എന്നുള്ള ഒരു പേരിന് പോലും മാനക്കേടായിട്ടുള്ള ഒരു മാമയെ കൂട്ടി, അതായത് മാമൻ എന്ന് വേണമെങ്കിൽ പറയാം, മാമ, പുള്ളിക്കാരത്തിയുടെ അമ്മയുടെ സഹോദരനാണ്. പുള്ളിക്കാരത്തിയെ കൊണ്ടുപോയി ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പണം സമ്പാദിക്കുന്ന ഒരു വാഴ.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഴയുടെ കൂടെ നടന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു തുമ്പി എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തിയുടെ ഒരു മാസ വരുമാനം എന്ന് വെച്ചാൽ ലക്ഷങ്ങളാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിയെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് പല ആളുകളും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു സമയത്തൊന്നും നമ്മൾ അതേക്കുറിച്ചിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു പെണ്ണ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ആരും നിർബന്ധിച്ച് ഇതൊന്നും ചെയ്യിക്കുന്നതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പറയുന്ന പെണ്ണിന് വയസ്സ് 19 താഴെയാണ് വയസ്സ്. പക്ഷെ എന്ത് ചെയ്യാം, പെണ്ണിന്റെ നാക്കെന്ന് പറഞ്ഞാൽ 30 വയസ്സിന് മുകളിലോട്ടാണ്. ഇന്നത്തെ കാലത്തിന്റെ പോക്ക് അങ്ങനെ കേട്ടോ. അപ്പൊ എന്തായാലും ഇതിനെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ശരിക്കും എല്ലാ എണ്ണത്തിനെ നുള്ളി പറക്കി അങ്ങ് പൊട്ടക്കിണറ്റിൽ ഇടാനാണ് തോന്നുന്നത്. എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതിന്റെയൊക്കെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും പാർവതി കൊച്ചമ്മയ്ക്ക് സിനിമ കിട്ടാഞ്ഞിട്ടാവാം ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.